ഭിന്നശേഷി വിഷയത്തിന്റെ പേരിൽ അധ്യാപകരെ ദിവസക്കൂലിക്കാരാക്കുന്ന സർക്കാരിന്റെ തീരുമാനം പിൻവലിക്കണമെന്ന് KPSTA തിരൂർ വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രവർത്തക കൺവെൻഷനിൽ ആവശ്യപ്പെട്ടു. വിദ്യാലയങ്ങളിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നിയമിക്കണമെന്ന വ്യവസ്ഥ മറയാക്കിക്കൊണ്ട് വർഷങ്ങളായി എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമനവും ജോലിയും ലഭ്യമാകുന്നില്ല എന്നിരിക്കെ മറുഭാഗത്ത് അതിന്റെ പേരിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും തടയപ്പെട്ടിരിക്കുകയാണ്. കുറ്റിപ്പുറം KPSTA ഭവനിൽ ചേർന്ന പ്രവർത്തക കൺവെൻഷൻ KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. KPSTA വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ബെന്നി തോമസ് അധ്യക്ഷത വഹിച്ചു. അതുപോലെ തന്നെ സ്കൂളുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത പല സ്ഥലങ്ങളിലും ഉച്ചക്കഞ്ഞി പോലും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, സൂക്ഷിച്ച ഭക്ഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് പ്രധാന അധ്യാപകരായിട്ട് ആളുകൾക്കൊക്കെ അറിയാം. അപ്പൊ അങ്ങനെ വലിയ രീതിയിൽ ഒരു നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ അടിത്തറ തകർക്കുന്ന തരത്തിലുള്ള ഇതിനെ നാഥനില്ലാ കളരിയാക്കി മാറ്റിക്കൊണ്ടുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്ന സർക്കാരിനെതിരെ, അത് വിദ്യാഭ്യാസ മേഖലയിലും ശരി, അപ്പുറത്ത് പോയ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മേഖലയിലായാലും ശരി, വലിയ രീതിയിൽ അസംതൃപ്തി വരുന്നുണ്ട് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് മുതൽകൂട്ടാവുന്ന ഒരു അവസ്ഥയുണ്ടാവും. തിരൂർ വിദ്യാഭ്യാസ ജില്ലാ സൊസൈറ്റിയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഡയറക്ടർമാർക്ക് യോഗത്തിൽ വെച്ച് സ്വീകരണവും നൽകി. CP മോഹനൻ, TK സതീശൻ, MKM അബ്ദുൽ ഫൈസൽ, P അബ്ദുൽ ഷുക്കൂർ, ഹസീന ബാനു, PK പ്രശാന്തി, TK നാസിബ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ.